സംസ്ഥാനത്ത് വീണ്ടും റോഡിലെ കുഴിയിൽ വീണ് മരണം. പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണ് വയോധികന് ദാരുണാന്ത്യം. വടക്കന്തറ സ്വദേശി സുധാകരനാണ് മരിച്ചത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നന്ദുഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് പറക്കുന്നത്തെ വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള വളരെ തിരക്കേറിയ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികൻ ഈ കാണുന്ന കുഴിയിൽ വീണിട്ടാണ് മരിക്കുന്നത്. വളരെ ആഴമേറിയ കുഴിയാണ്. വാട്ടർ അതോറിറ്റി പൈപ്പിടൽ നടപടികൾക്കായി എടുത്ത കുഴിയാണിത്. ഇത് മൂടണമെന്ന് മാസങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് പോലും ഇത് മൂടാനുള്ള യാതൊരു നടപടിയും ആളുകളൊന്നും സ്വീകരിച്ചില്ല. നമുക്കറിയാം വളരെ ആഴമേറിയ കുഴിയാണ്. ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഇവിടെ അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ ആഴമേറിയ കുഴികൾ മനസ്സിലാക്കാനായി ചുള്ളിക്കമ്പുകളും ബോർഡും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 7:30യോടെയാണ് ഇവിടെ 65 വയസ്സുകാരനായ സുധാകരൻ തൻ്റെ ഇരുചക്ര വാഹനത്തിൽ അപകടത്തിൽപ്പെടുന്നത്. തലയിടിച്ചിട്ടാണ് അദ്ദേഹം വീണത്. ആ അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. നാട്ടുകാരുടെ നിരന്തര ആവശ്യം അധികൃതർ പരിഗണിച്ചില്ല എന്നാണ് ഇവിടെ പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. അപകടത്തിൽ മരിച്ച വടക്കന്തറ സ്വദേശിയായിട്ടുള്ള സുധാകരൻ ഇന്നലെ രാത്രി അപകട സമയത്ത് സഞ്ചരിച്ച വാഹനമാണിത്. ഈ വാഹനം നമുക്കറിയാം, ആ ഹെൽമെറ്റിലൊക്കെ പാടുകൾ കാണാം. നല്ല ഉരസി വീണതിൻ്റെ തല ഇടിച്ചിട്ടാണ് അദ്ദേഹം വീണത്. ആ സമയത്ത് ദൃക്സാക്ഷികളായിരുന്നവരാണ് ഒപ്പം ഇപ്പോഴുള്ളത്. സ്ഥാപനത്തിനുള്ളിലായിരുന്നു. സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സൗണ്ട് ആയതുകൊണ്ട് ഈ ഫ്രണ്ടിലൊരു ഓട്ടോ ഉള്ളതുകൊണ്ട് അവിടെ വീണ് കിടക്കുന്ന ആളിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഓട്ടോ ഒന്ന് ഇറങ്ങിയ സമയത്താണ് ഞാൻ ഇവനും കൂടിയിട്ട് ഓടിപ്പോയത്. നോക്കുന്ന സമയത്ത് ഈ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മൂപ്പര് ഉണ്ടായിരുന്നത്. എടുക്കുമ്പോൾ തന്നെ മൂപ്പർക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ കുറേ ഓട്ടോകളിനെ ഞങ്ങൾ വിളിച്ചു പോയത് നിർത്തിയില്ല. ഒരു 20 മിനിറ്റോളം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോഴേ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ കുഴി കുഴിച്ചിട്ട് ഏകദേശം 3 മാസത്തിൽ കൂടുതലായി. വിക്ടോറിയ കോളേജിലെ ഗ്രൗണ്ടിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടറാണ് കുഴിയെടുത്തത്. പക്ഷേ ഇതുപോലെ 1-2 ആക്സിഡൻറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മഴയുള്ളത് കാരണം കുഴിയിൽ മുഴുവൻ വെള്ളമായിരുന്നു. അതുകൊണ്ടാണ് അത് കാണാതെ സംഭവിച്ചത്. മറ്റേ കോൺട്രാക്ടറുകാരുടെ കയ്യിൽ അനാസ്ഥയുണ്ട്. അതുപോലെ തന്നെ PWD റോഡ് ഇപ്പോൾ അടുത്ത് ടാർ ചെയ്തിട്ടേ ഉള്ളൂ. ആ ടാറാണ് 6 മാസം മുമ്പ് ടാർ ചെയ്ത റോഡാണ് ഇവർ കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. റോഡിലെ കുഴികളിൽ വീണ് അപകട മരണങ്ങൾ കേരളത്തിൽ തുടർക്കഥയായിട്ടും അതിലൊന്നും പാഠം പഠിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ പാലക്കാടും ഒരു വയോധികൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് റോഡിലെ കുഴികളിൽ വീണ്. പാലക്കാട് നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്.